ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത് ചെയ്യുന്നു. എനിക്ക് ആ സമയത്ത് അബൂ താലിബ് പറഞ്ഞ സംഗതി ഓർമ്മ വന്നു. എന്ന് പണ്ട് അബൂ താലിബ് തങ്ങൾ പറഞ്ഞത്. എന്താണ് അതിന്റെ താല്പര്യം? എന്താണ്? സഹീഹുൽ ബുഖാരിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ റിവായത്താണ്. ആ സംഭവത്തിന്റെ ഒട്ടാകെ ചുരുക്കം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശൈശവദശയിൽ മഴയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അബ്ദുൽ മുത്തലിബ് തങ്ങൾ എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ടെടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ കാണിച്ചാലോടുന്ന മഴ വർഷം. ആ സംഗതി എനിക്ക് ഓർമ്മ വന്നു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ദുൽ മുത്തലിബ് പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ റിവായത്ത്. ഈ നിലക്കുള്ള പരിശുദ്ധിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ആ പരിശുദ്ധിയെയും കൂടി വകവെക്കാനുള്ള മനസ്സിലില്ല. അതിനെയും കൂടി തള്ളി പറയാനുള്ള മനോധൈര്യം ഉള്ള കക്ഷി, ആ കക്ഷി അമുസ്ലിംകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ച് ഇവിടെ ഇവർക്ക് മാത്രമേ അത് സാധ്യമാകൂ. ആ നിരക്ക് ദുഷിച്ചു പോയിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ചിന്താഗതി. ഇതിൽ നിന്ന് ഈ സമുദായത്തെ ഉദ്ധരിക്കണമെന്ന് വേണം. ഉദ്ധരിച്ചു കഴിഞ്ഞു, യാതൊരു സംശയവും ഇല്ല. ബാക്കിയുള്ളത് ഇനി ഇവിടെ നിങ്ങളുടെ മുജാഹിദുകളുടെയും ജമാഅത്തെ ഇസ്ലാമിന്റെയും കരപ്പിവിടെ എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. ഇവിടെ ഞങ്ങൾ യാതൊരു പ്രചരണവും ഇവിടെ നടത്തിയിട്ടില്ല. ഒരു നിലക്കുമുള്ള പ്രചരണം നടത്തിയിട്ടില്ല. ഈ മഹാസമുദ്രം എന്നെ ബഹുമാനപ്പെട്ട അറബി സുഹൃത്ത് പറയുകയാണ്, ഇവിടെ യഥാർത്ഥത്തിൽ ബഹറൈനിയായി എന്ന്. ഒന്ന് ബഹറുൽ മാ, മറ്റൊന്ന് ബഹറുൽ ബശർ. ബഹറൈനിയാണിത് എന്ന് മാന്യ സുഹൃത്ത് പറയുകയുണ്ടായി. ഈ നിലക്കുള്ള നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇത് സമ്മേളിച്ചത് എന്ന് വെറും പരിശുദ്ധ ദീനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനാണ്. ദീനല്ലാത്ത ഒന്നിന്റെ വിലയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനൊഴിച്ച് മറ്റ് യാതൊന്നിനും തന്നെ വിലയില്ല. ഈ നിലക്കുള്ള പരിശുദ്ധാത്മാക്കളെ ഇവിടെ വളർത്തി വന്നെങ്കിൽ മാത്രമേ ഇവിടെ ഹിന്ദു മുസ്ലിം മൈത്രി ഉത്ഭവിക്കുകയുള്ളൂ. ഇവിടെ കക്ഷിപരക്ക് അവസാനിക്കുകയുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ സാമുദായിക മൈത്രി ഇവിടെ വരണമെങ്കിൽ പണ്ട് കാലത്ത് സാമൂതി മഹാരാജാവിന്റെ മറ്റും കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലിം സമുദായം, ആ നിലക്കുള്ള പരിശുദ്ധമായ ഒരു സമുദായം, ആ സമുദായത്തെ ഇവിടെ വാർത്തെടുക്കേണ്ടതല്ല. ആ സമുദായം നിലവിൽ വന്നെങ്കിലല്ലാതെ ഇവിടെ വർഗീയത നശിക്കയില്ലാതിരിക്കുകയില്ല. വർഗീയത ഇവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? മുസ്ലിം സമുദായം ദുഷിച്ചത് കൊണ്ടാണ്. മുസ്ലിം സമുദായം യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നയിക്കുന്നുവെങ്കിൽ മുസ്ലിം സമുദായത്തെ നാം ശരിക്ക് വിലയിരുത്തണം. മുസ്ലിം സമുദായം എന്നത് ഒരു ജാതിയായി എന്ന് ചിത്രീകരിക്കരുത്. മുസ്ലിം സമുദായം ഒരു ജാതിയല്ല, ഒരാദർശ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരു കക്ഷി. ആ കക്ഷിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വെറും ഒരു ജാതിയായി കണക്കാക്കി സർവ ജന്തുക്കളെയും എല്ലാ വിശ്വാസക്കാരെയും ഉൾപ്പെടുത്തിയും കൊണ്ടൊരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടിക്ക് ഇസ്ലാമിന്റെ യാതൊരു വിധത്തിലും ഉള്ള സേവനം ചെയ്യാൻ സാധ്യമേ അല്ല. അവർക്ക് ഇസ്ലാമിനെ നശിപ്പിക്കാനേ കഴിയും എന്ന് ഈ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിലുള്ള ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സമുദായത്തിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് ഈ കാര്യം ഓർമ്മിച്ചു കൊള്ളേണ്ടതുണ്ട്. ഈ നിലക്കുള്ള ഗുരുത്തം കെട്ടവര്, ഭവിഷ്യത്തുള്ളവര്, മൽഊനും ശപിക്കപ്പെട്ടവരുമായ അവർ ഉൾപ്പെടുത്തിയും കൊണ്ട് ഒരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടി ഒരു ഇസ്ലാമിക പാർട്ടിയായി നിലകൊള്ളുന്നതല്ലെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ വ്യക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ നിലക്കുള്ള പരിശുദ്ധാത്മാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധി, ആ പരിശുദ്ധിയിൽ നിന്നാണ് മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്ത് പരിശുദ്ധാത്മാക്കളായ അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ ഉത്തമ മാതൃകകൾ ആയിരുന്നു. അവർ ഈ ലോകത്തിൽ എവിടെ സഞ്ചരിച്ചു? സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചതാണ്. അവർക്ക് ഒരു നൂറൊരു പ്രകാശത്തെ നാം നൽകി. ആ പ്രകാശത്തോടു കൂടിയാണ് അവർ ജനങ്ങൾക്ക് മധ്യേ
പ്രകാശമായി നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ആ പ്രകാശത്തോടു കൂടി അവർ ഏത് ജനവിഭാഗത്തിന്റെ നടന്നിരുന്നാലും ഏത് പ്രദേശത്ത് അവർ പ്രവേശിച്ചിരുന്നാലും അവിടെ നിന്ന് തന്നെ തന്നെ സംശയമില്ലല്ലോ. അതില്ല, പ്രകാശത്തോടു കൂടി മിന്നി പ്രകാശിക്കുന്ന ഒരു വിളക്ക്. ആ വിളക്കോട് കൂടി നാം കൂടി അധികരിച്ച ഒരു സ്ഥലത്ത് കൂടി ശരിയായ ഒരു പ്രകാശം, തിങ്ങിത്തിളങ്ങുന്ന ഒരു പ്രകാശം, ആ പ്രകാശത്തോടു കൂടി നാം പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇരുൾ പമ്പ കിടക്കും മാർഗം. ഇതാണ് ഒരു മുസ്ലിമിന്റെ യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആം മുഖേന നമ്മളെ അറിയിച്ചതാ. ആ നിലക്കാണ് മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ ബഹുമാനപ്പെട്ട മഹാന്മാരായ ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇവിടെ തെറ്റവഴിയാണ്. ഏത് ഭാഗത്താണ് തെറ്റിയത് മാന്യ സുഹൃത്തുക്കൾ ചിന്തിച്ചുകൊള്ളേണ്ടതാണ്. ഒരിക്കലും തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്ന അടിസ്ഥാന തത്വങ്ങൾ ഒരാൾക്ക് ചോദ്യം ചെയ്യാനേ സാധ്യമല്ല. അത്രയും ഇസ്ലാമിൽ വേരൂന്നി പിടിച്ചിരിക്കുന്ന സാധനം ആണ് എന്ന് തന്നെയുമല്ല, ഇസ്ലാമിക വൃക്ഷത്തിന്റെ അടിവേരാണ്. ഇസ്ലാമിക വൃക്ഷം, ആ വൃക്ഷത്തിന്റെ അടിവേരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബഹുമാനപ്പെട്ട അംബിയാ മുർസലുകൾ, മഹാത്മാക്കൾ. ആ മഹാത്മാക്കളെ ആദരിക്കലും ബഹുമാനിക്കലും എന്നത് ഇസ്ലാമിക വംശത്തിന്റെ അടിവേരാണ്. മസലു കലിമത്തിൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫറുഹാ ഫിസ്സമാ. അതിന്റെ അടിവേര് ശരിക്കും ഭൂമിക്കടിയിൽ നിലകൊള്ളും. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ശാഖോപശാഖകളും കൊമ്പുകളും ആകാശത്തിൽ അന്തരീക്ഷത്തിൽ വളർന്നു പന്തൽ. ഇതാണ് ഒരു ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ മുമ്പിൽ വെക്കുന്നുണ്ട്. അടിവേര് അതിനുണ്ട്, ഇസ്ലാമിന്റെ അടിവേരുണ്ട്. എന്താണ് ആ അടിവേര്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം, റബ്ബുൽ ഇസ്സത്തിന്റെ മഹത്വം, റബ്ബുൽ ഇസ്സത്ത് ബഹുമാനിച്ച മഹാന്മാർ, മഹത്വം, അംബിയാ മുർസലുകൾ. ആ അംബിയാ മുർസലുകളുടെ പിൻഗാമികൾ. കാരണം പിൻഗാമികൾ എന്ന് ഞാൻ പറയുമ്പോൾ എന്റെ സ്വന്തം നിൽക്കാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എന്തുകൊണ്ട്? പിൻഗാമികൾ കൂടാതെ കഴിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഈ ലോകത്തിന്റെ മുമ്പാകെ കൊണ്ടുവന്നത് എന്താണ്? തെസ്കിയത്താണ്, പരിശുദ്ധാത്മാക്കളെ വാർത്തെടുക്കലാണ്. പരിശുദ്ധാത്മാക്കളെ തെസ്കിയത്ത് ചെയ്ത് വാർത്തെടുത്തെങ്കിൽ മാത്രമേ ഈ പരിശുദ്ധത നിലനിൽക്കുമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെയ്ത പ്രവൃത്തി ദീനിന് ആവശ്യമായ ഒരു കാര്യമാണെങ്കിൽ ഖിയാമം വരെ ആ നിലക്കുള്ള ആത്മാക്കളിൽ നിലകൊള്ളണം. പരിശുദ്ധാത്മാക്കൾ ഈ സമുദായത്തിൽ നിലകൊള്ളുക തന്നെ വേണം. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ നിന്ന്, ദൗത്യത്തിൽ നിന്ന് ഒരു ഭാഗം നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയീൻ, അന്ത്യപ്രവാചകർ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയീൻ ആണെന്നതാണ് അതിന്റെ ഒട്ടാകെ ചുരുക്ക്. അന്ത്യപ്രവാചകരാ. അവിടുന്ന് കൊണ്ടുവന്നത് പരിപൂർണമാണ്. അവിടുന്ന് ചെയ്ത പ്രവൃത്തി മുഴുവൻ തന്നെ ശരിയാണ്. അവിടുന്ന് പരിശുദ്ധാത്മാക്കളെ വാർത്ത ഈ ലോകത്തിന്റെ മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പിൻഗാമികൾ, അതിന്റെ അനന്തരാവകാശികൾ, ആ അവകാശികൾ ഈ ലോകത്തിൽ അവസാനം വരെ അതിന്റെ പിന്തുടർച്ച അവകാശികൾ നിലകൊള്ളുകയും വേണം. അതാണ് ഈ സമുദായത്തിന്റെ ഉത്തമ നേതാക്കൾ. അവരെ പിൻപറ്റിയെങ്കിലേ ഈ സമുദായത്തിന് രക്ഷ ലഭിക്കുകയുള്ളൂ എന്നാണ് ആ പറഞ്ഞ വാക്കിന് താല്പര്യം. ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശ്വാസത്തിന്റെ അടിത്തറ. ഈ അടിത്തറക്ക് തെറ്റ് ഒരു ബുദ്ധിയുള്ള മനുഷ്യന് അറിവ് സാധ്യമേ അല്ല. ഇത് ചോദ്യം ചെയ്യാനും സാധ്യമല്ല. ഞാൻ ആ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊള്ളും. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ നിലക്കുള്ള പരിശുദ്ധാത്മാക്കൾ ഇവിടെ വന്നിരുന്നു. അവരെ കൊണ്ടായിരുന്നു ഈ കേരളത്തിൽ പരിശുദ്ധൻ പ്രചരിച്ചത്. ചേരമാൻ പെരുമാൾ ബഹുമാനിച്ചിരുന്നു. സർവ്വ മഹാരാജാവ് അവരെ ബഹുമാനിച്ചിരുന്നു. അവരെ ഭയപ്പെട്ടിരുന്നു. അവരെ സ്നേഹിച്ചിരുന്നു. ഈ നിലക്കുള്ള പരസ്പര സ്നേഹവും ആദരവും ബഹുമാനവും ഈ രാജ്യത്തിൽ നിലകൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാക്കളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന ഒരു സമൂഹം ഇവിടെ ആവശ്യമാണ്. ആ സമൂഹത്തെ വാർത്തെടുക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്നതെന്ന് ഈ സന്ദർഭത്തിൽ അമുസ്ലിം സുഹൃത്തുക്കൾ